നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശുചിത്വ കേരളം പരിപാടി CPM ഒറ്റയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചാൽ കേരളത്തെ മാലിന്യമുക്തമാക്കി മാറ്റാൻ കഴിയുമെന്നും പിണറായി വിജയൻ. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും അനുസ്മരണ പൊതുയോഗവും. കൂത്തുപറമ്പ് സംഭവത്തിൽ MP രാഘവന്റെ പങ്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് TB രാജേഷ് MLA. ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി CPM സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അക്രമം അഴിച്ചുവിടുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്. CPM പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് തടയുന്നതിനാണ് CPM ആസൂത്രിത ശ്രമം നടത്തുന്നത് എന്നും K രഞ്ജിത്ത്. ദേശാടന പക്ഷികൾ മുണ്ടേരിക്കടവിനെ കൈയൊഴിയുന്നു. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേത കേന്ദ്രം മാലിന്യ നിക്ഷേപത്താൽ നിറയുന്നു. മുണ്ടേരിക്കടവിനെ രക്ഷിക്കാൻ നാട്ടുകാർ കൈകോർക്കുന്നു. വാർത്തകൾ വിശദമായി. ശുചിത്വ കേരളം പരിപാടി CPM ഒറ്റയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടത് എന്നും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. മാലിന്യമുക്ത കേരളം ജില്ലാ സെമിനാർ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. ഈ പരിപാടി ഞങ്ങള് ഒറ്റയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഈ പരിപാടി നടപ്പാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് പരിപാടി നടപ്പാക്കണം. അങ്ങനെ വന്നാൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ഞങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ശുചിത്വ കേരളം പരിപാടി CPM ഒറ്റയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചെയ്യേണ്ടതെന്നും അവർ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചാൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കേരളത്തെ മാലിന്യമുക്തമാക്കി മാറ്റാൻ കഴിയുമെന്നും അതിന് CPMന്റെ സഹകരണം പൂർണ്ണമായും ഉണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഏത് കാര്യത്തിലും വ്യത്യസ്തത ചിലപ്പോൾ വരാലോ. ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് നടപ്പാക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതുകൊണ്ട് മാത്രം അവിടുത്തെ ജനങ്ങൾക്ക് ഈ പരിപാടിയുടെ ഗുണഫലം അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോ അവിടെ ജനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യം വന്നാൽ അവിടെ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാൻ പാർട്ടിയും പാർട്ടിയുടെ സഖാക്കളും തയ്യാറാകും. അപ്പോൾ പോലും എല്ലാവരെയും സഹകരിപ്പിക്കാൻ പാർട്ടി പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും ചെയ്യും. അപ്പൊ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടിയല്ല ഇത്, നാടിന്റെ ആകെ പരിപാടിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. നല്ല നിലക്ക് നമുക്ക് നടപ്പാക്കാൻ കഴിയും. എല്ലാ പ്രദേശങ്ങളും മാലിന്യമുക്തമാക്കാൻ കഴിയും. ടൗൺ സ്ക്വയറിൽ മാലിന്യമുക്ത ശുചിത്വ കേരളം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിമുഖത കാണിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയുടെ ഗുണഫലം ആ നാട്ടുകാർക്ക് കിട്ടാതെ പോകരുതെന്ന നിലപാടാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. MV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ തോമസ് ഐസക് MLA പദ്ധതി വിശദീകരിച്ചു. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, MLAമാരായ ജെയിംസ് മാത്യു, C കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സർല, CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, MV ജയരാജൻ, തളിപ്പറമ്പ് നഗരസഭാ അധ്യക്ഷ റംല പക്കർ, KK രാഗേഷ്, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് C ജയചന്ദ്രൻ, M അലിക്കുഞ്ഞ്, VV കുഞ്ഞികൃഷ്ണൻ, മുൻ MLA M പ്രകാശൻ, KK ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കഴിഞ്ഞയാഴ്ച അന്തരിച്ച എഴുത്തുകാരി ഭാരതി ദേവിയുടെ വീട്ടിൽ പിണറായി വിജയൻ സന്ദർശനം നടത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പിണറായി മാടായിയിലെ CPM പ്രവർത്തകരോടൊപ്പം ഭാരതി ദേവിയുടെ പഴയങ്ങാടിയിലെ വീട്ടിലെത്തിയത്. വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് സജീവ പ്രവർത്തകരായിരുന്ന ഭാരതി ദേവിയുടെയും ഭർത്താവ് അനന്തൻ നമ്പ്യാരുടെയും നിര്യാണത്തിൽ അനുശോചിക്കാനാണ് പിണറായി വിജയൻ പഴയങ്ങാടിയിലെത്തിയത്. CPM മാടായി ഏരിയ സെക്രട്ടറി PP ദാമോദരൻ, ഏരിയ കമ്മിറ്റി അംഗം V വിനോദ്, മാടായി ലോക്കൽ സെക്രട്ടറി P ജനാർദ്ദനൻ തുടങ്ങിയവരും പിണറായിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കൂത്തുപറമ്പ് സംഭവത്തിൽ എം.വി. രാഘവന്റെ പങ്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ടി.വി. രാജേഷ് എം.എൽ.എ. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. മഹാനായ EMS ഒരിക്കൽ പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് വൈകാരികമായ ഒരു സമസ്യയല്ല, സാമൂഹ്യ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിലും സമൂഹത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏതൊരു വിപ്ലവ പ്രസ്ഥാനവും സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു പ്രസ്ഥാനവും അവരുടെ നയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഇവിടെ എം.വി. രാഘവനുള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. UDF സർക്കാരിന്റെ തീരുമാനമായിരുന്നു, അന്നത്തെ UDF സർക്കാർ ആലോചിച്ച തീരുമാനമാണ്. എവിടെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം പ്രതിഷേധത്തെ ചോരയിൽ മുക്കി അവസാനിപ്പിക്കുക. അങ്ങനെ പ്രതിഷേധങ്ങളില്ലാതെ ഈ കേരളത്തിൽ എങ്ങനെ ഭരണം നടത്താൻ കഴിയും എന്നാണ് അവർ ആലോചിച്ചത്. എന്നാൽ കൂത്തുപറമ്പിൽ ഉയർന്നു വന്നിട്ടുള്ള ആ ശക്തമായ പോരാട്ടം, കൂത്തുപറമ്പിലെ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പ്, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിന് തിരിച്ചടിയായി മാറി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സമുചിതമായാണ് ആചരിച്ചത്. ജില്ലയിൽ 18 കേന്ദ്രങ്ങളിൽ പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. തളിപ്പറമ്പിൽ തൃച്ചംബരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. പൊതുയോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ടി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എ രാജേഷ്, SFI കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്ത ജെറോം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി CPM സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അക്രമം അഴിച്ചുവിടുന്നത് എന്ന് BJP ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ രഞ്ജിത്ത്. നമുക്കറിയാം, കുറച്ച് മാസങ്ങളായി ചെറുവാഞ്ചേരിയിൽ വളരെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ആ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുവാഞ്ചേരിയിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഏകദേശം 5ഓളം പ്രവർത്തകന്മാരെ മാരകമായ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്, അക്രമത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും ഈ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനാചരണം നടക്കുന്ന സമയത്തും അതോടനുബന്ധിച്ചും CPM വ്യാപകമായ അക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്രമം നടത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇന്ന് ഈ മേഖലയിലെല്ലാം തന്നെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഒരു പ്രവർത്തകനുമില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും 100-150 വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. CPM പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയുന്നതിനാണ് CPM ആസൂത്രിത ശ്രമങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ നില പരിശോധിച്ച് തന്നെ കാണാൻ സാധിക്കും, CPM പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങൾക്ക് BJPക്ക് വോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊരു ഉദാഹരണം മാത്രം, കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ബൂത്തിലിരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് 1450ഓളം വോട്ടുകൾ ആ പഞ്ചായത്തിന് മാത്രം കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് BJPയുടെ ഒരു പ്രവർത്തകരും ഇല്ലാത്ത, ഞങ്ങളുടെ അറിവിൽ ഒരു പ്രവർത്തകന്മാരില്ലാത്ത പ്രദേശങ്ങളിൽ നിന്നും 100, 150, 200ഓളം വോട്ടുകൾ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം തന്നെ വിള്ളലുണ്ടാകുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് CPM വളരെ ആസൂത്രിതമായുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ജനശക്തി കേന്ദ്രങ്ങളിൽ BJP നടത്തിയ ജനശക്തി യാത്രയിൽ ആയിരങ്ങളാണ് പ്രസംഗം കേൾക്കാനെത്തിയത്. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്. 26-ന് കണ്ണൂരിൽ കണ്ണൂരിന്റെ സമഗ്ര വികസനം എന്ന വിഷയത്തെക്കുറിച്ച് സിംബോസിയം നടക്കും. സിംബോസിയം മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും.
MLA-മാരായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, KM ഷാജി, CP മുരളി, മഹേഷ് ചന്ദ്ര ബാലിക, വത്സൻ തില്ലങ്കേരി എന്നിവർ പങ്കെടുക്കും. 27-ന് കമ്മ്യൂണിസ്റ്റ് അപജയത്തിന്റെ നാൾവഴികൾ വിഷയത്തെ ആസ്പദമാക്കി പയ്യന്നൂരിൽ C. സദാനന്ദനും 28-ന് മട്ടന്നൂരിൽ B. ഗോപാലകൃഷ്ണനും പ്രഭാഷണം നടത്തും. 30-ന് ബലിദാനികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബലിദാൻ ജ്യോതി യാത്രകൾ പയ്യന്നൂരിൽ സമാപിക്കും. പതാക ജാഥ കടമ്പേരിയിൽ നിന്നും, കൊടിമര ജാഥ ഉളിക്കലിൽ നിന്നും, ഛായാചിത്ര ജാഥ കണ്ണൂർ പയ്യാമ്പലത്തു നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയിൽ എത്തും. സമ്മേളന നഗരിയിൽ ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്ത് പതാക ഉയർത്തും. ബലിദാൻ ജ്യോതി സംസ്ഥാന ഉപാധ്യക്ഷൻ MT രമേശ് ഏറ്റുവാങ്ങും. ഡിസംബർ 1-ന് ജനശക്തി റാലി പയ്യന്നൂർ എടാട്ട് നിന്ന് ആരംഭിച്ച് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് വഴി സ്റ്റേഡിയത്തിൽ സ്വർഗീയ വിനോദ് കുമാർ നഗറിൽ സമാപിക്കും. സമ്മേളനത്തിൽ BJP അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. V. രത്നാകരൻ, AP ഗംഗാധരൻ, K. രാധാകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിൽ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ നിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് TV രാജേഷ് MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടിയിൽ വാട്ടർ അതോറിറ്റി അധികൃതരുമായി ചർച്ച നടത്തി. മാടായി പഞ്ചായത്തിലെ തീരദേശ മേഖലയായ പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പലയിടത്തും തകർന്നതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. തകർന്ന പൈപ്പുകൾ യഥാസമയം മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ചൂട്ടാട് പ്രദേശം സന്ദർശിച്ച MLA TV രാജേഷിനെ ജനങ്ങൾ ഇക്കാര്യം അറിയിച്ചു. ഇതേ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം POP മുഹമ്മദ് ഹാജി, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ തുടങ്ങിയവർ മുൻകൈയെടുത്ത് MLAയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടിയിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈനുകളാണ് ഉള്ളത്. ഇതിൽ 3 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നിലവിലുള്ള മോട്ടോർ പ്രവർത്തിക്കുന്നില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സുൽത്താൻ തോടിന് സമീപം ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെല്ലാം 1 മാസത്തിനകം പരിഹാരമുണ്ടാകുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത്. മോട്ടറിന്റെ അപര്യാപ്തത കൊണ്ടാണ് ഇപ്പം പ്രധാനമായിട്ടും വെള്ളം അവിടെ പ്രദേശങ്ങളിലേക്ക് എത്താത്തത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLAയുടെ നിർദ്ദേശപ്രകാരം പുതിയ മോട്ടോർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ നമ്മൾ കൊടുക്കുന്നതാണ്. അതോടൊപ്പം വിതരണ ശൃംഖലയിലുള്ള എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയും എടുക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റി വാക്ക് പാലിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്ന് TV രാജേഷ് MLA പറഞ്ഞു. നമ്മുടെ പുതിയങ്ങാടി തീരദേശ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ 15 ടാപ്പുകളാണുള്ളത്. ഈ 15 ടാപ്പിൽ നിലവിൽ 3 ടാപ്പുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ പ്രവർത്തിക്കുന്ന ടാപ്പുകളിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഇപ്പം ജനങ്ങൾ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട്. ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അടിയന്തരമായും ഈ കുടിവെള്ള പദ്ധതി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല എങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കക്ഷി രാഷ്ട്രീയതീതമായി ഞങ്ങൾ തയ്യാറാകും. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ, POP മുഹമ്മദ് അലി, P. ജനാർദ്ദനൻ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ K. രമേശൻ, PV അരവിന്ദൻ, K. മധുസൂദനൻ, SP റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദിനംപ്രതി ആയിരങ്ങളെത്തുന്ന തളിപ്പറമ്പ് സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. ഇതോടെ പ്രായമായവരുൾപ്പെടെ ദുരിതത്തിലായി. തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ 4 നിലകളിലായി 18ഓളം ഓഫീസുകളും 600ഓളം ജീവനക്കാരുമുണ്ട്. ദിനവും ആയിരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുകയും ചെയ്യുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. 2 ലിഫ്റ്റാണ് സിവിൽ സ്റ്റേഷനിൽ ഉള്ളത്. എന്നാൽ ഒരു ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി. ബാക്കിയുള്ളത് മറ്റൊരു ലിഫ്റ്റായിരുന്നു. 1 മാസത്തോളമായി ഇതും പണിമുടക്കിയിട്ട്. ഇതിന് അടുത്തു തന്നെ ഒട്ടിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ലിഫ്റ്റിൽ തുടരുത്, ഷോക്കടിക്കും. ഇവിടെ എത്തുന്നവർ ഇതിലൊന്ന് തൊട്ടാൽ ചിലപ്പോൾ ഷോക്കടിച്ച് മരിച്ചേക്കും. ഇങ്ങനെ മിനി സിവിൽ സ്റ്റേഷൻ ഒരു ആളെ കൊല്ലി കെട്ടിടമായി മാറുകയാണോ? ലിഫ്റ്റ് പ്രവർത്തിക്കാതായതോടെ പ്രായമായവരും രോഗികളായവരുമെല്ലാം ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്തതിനു ശേഷം നേരെ ആശുപത്രി കിടക്കയിലേക്കാണ് പലരും പോകേണ്ടി വരിക. ഇത് ആരാണ് ശ്രദ്ധിക്കേണ്ടത്, നടപടിയെടുക്കേണ്ടത്? ആർക്കും അറിയില്ല. ജനങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയെത്തുമ്പോൾ ഷോക്കടിപ്പിക്കുന്ന നടപടികൾ ചിലപ്പോൾ അധികൃതർ സ്വീകരിക്കാറുണ്ട്. ഇതിന്റെ കൂടെ ലിഫ്റ്റും ഷോക്കടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇതൊക്കെ ശരിയാവണമെങ്കിൽ ജനങ്ങൾ ഒത്തുചേർന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.
ദിവസവും ജീവനക്കാർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന തളിപ്പറമ്പിലെ മിനി സിവിൽ സ്റ്റേഷനിലെ കുടിവെള്ള ടാങ്കിന്റെ അവസ്ഥ എന്തായിരുന്നു? മാലിന്യങ്ങൾ നിറഞ്ഞ് കറുപ്പ് നിറത്തിലുള്ള വെള്ളമാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. ആർക്കും ഒരസുഖവും വരാത്തത് മഹാഭാഗ്യം. NGO അസോസിയേഷൻ ടാങ്ക് ശുചീകരിച്ചപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നത് അറവ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കലർന്ന് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണെന്ന് അറിഞ്ഞിരുന്നോ? എന്നാൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ വരാതിരുന്നത് ഭാഗ്യം കൊണ്ടു മാത്രം. 20,000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ടാങ്ക് NGO അസോസിയേഷൻ പ്രവർത്തകർ വൃത്തിയാക്കാനിറങ്ങിയപ്പോഴാണ് ഇതൊക്കെ ബോധ്യമായത്. അരികുവശത്തെ വല കീറിയത് കാരണം കാക്കകളും മറ്റും മാലിന്യങ്ങൾ കൊത്തിയിടുന്നത് ഈ ടാങ്കിലേക്കാണ്. ഇങ്ങനെ ടാങ്ക് മുഴുവനും തികച്ചും വൃത്തിഹീനമായിരുന്നു. NGO അസോസിയേഷന്റെ 20ഓളം പ്രവർത്തകരാണ് ശുചീകരണത്തിൽ പങ്കാളികളായത്. ടാങ്ക് വൃത്തിയാക്കി ബ്ലീച്ചിംഗ് പൗഡർ ഇട്ടു. KV മഹേഷ്, PV വിനോദ്, PC സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘം നേതൃത്വത്തിൽ ശുചിത്വ ഭാരത ജില്ലാ ഉദ്ഘാടനം നടന്നു. കലക്ടറേറ്റിൽ നടന്ന പരിപാടി കലക്ടർ P. ബാലകിരൺ കലക്ടറേറ്റ് പരിസരം ശുചീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുക ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. നമ്മൾ ഈ വർഷം 40,000 വീട്ടിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ തുടങ്ങി വെച്ചു. ഇനി ഒരു 2 ലക്ഷം അടുത്ത വർഷം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ഈ 2 ലക്ഷം എന്ന് പറയുമ്പോൾ ഈ 2 ലക്ഷം പൈപ്പ് കമ്പോസ്റ്റ് ആയാലും ലിൻ കമ്പോസ്റ്റ് ആയാലും ബയോഗ്യാസ് പ്ലാന്റ് ആയാലും ഇത് പല കുടുംബങ്ങളും ഇപ്പോഴും ഒരു പഞ്ചായത്തിൻ്റെയോ ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയോ സബ്സിഡിക്ക് വേണ്ടി കാത്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു 1,500 അല്ലെങ്കിൽ 2,500 രൂപ കിട്ടുന്ന ഒരു പരിപാടിക്ക് വേണ്ടി സർക്കാരിൽ നിന്നും സബ്സിഡിക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു ആവശ്യമുണ്ടായിട്ടുള്ള ഒരു ചോദ്യം എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എല്ലാവർക്കും പല പരിപാടികളിൽ പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയാൻ താല്പര്യം. വീടുകളിൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കലക്ടർ പറഞ്ഞു. 150ഓളം പ്രവർത്തകർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. കലക്ടറേറ്റ് പരിസരം, ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ ശുചീകരിക്കുന്നത്. 11ഓളം ബ്ലോക്കുകളിലേക്ക് ശുചീകരണ പരിപാടി വ്യാപിപ്പിക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. EP കരുണാകരൻ, MP ബാലൻ, KK രവീന്ദ്രൻ, CH രാമചന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. NFRPS നേതൃത്വത്തിൽ റബ്ബർ വിലയിടിവിനെതിരെ തളിപ്പറമ്പ് റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാർക്ക് പ്രഖ്യാപിച്ച വില കിട്ടുന്ന സാഹചര്യം ഉണ്ടാവണം. കേരള ഗവൺമെന്റ് ആദ്യം 2 രൂപ വർദ്ധിപ്പിച്ചു, പിന്നീട് 5 രൂപ വർദ്ധിപ്പിച്ചു. ഗവൺമെന്റ് 5 രൂപയും 2 രൂപയും വർദ്ധിപ്പിക്കുമ്പോൾ ഓരോ ദിവസവും 1-2 രൂപ മാർക്കറ്റിൽ വില റബ്ബറിന് താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് ഗുണം കിട്ടാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് റബ്ബറിന് നിശ്ചിത വില പ്രഖ്യാപിച്ച് റബ്ബർ സംഭരണം നടത്തണം. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് കുത്തുന്ന ആളുകളാണ് റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും അടിയന്തരമായി ഡൽഹിയിൽ പോയി ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യ രാജ്യത്തെ റബ്ബറിന്റെ 90% ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെയും റബ്ബർ കൃഷിയെ രക്ഷിക്കുവാൻ വേണ്ടി അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം കൊടുക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും റബ്ബർ ഇറക്കുമതി പൂർണ്ണമായി നിർത്തൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. റബ്ബർ വിലയിടിവ് തടയുക, റബ്ബറിന് 150 രൂപ തറവില നിശ്ചയിക്കുക, റബ്ബർ ഇറക്കുമതി തടയുക, ഇറക്കുമതി ചുങ്കം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുക, കൃഷിക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുക, റബ്ബർ മരങ്ങൾ സൌജന്യമായി ഇൻഷുർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. റബ്ബർ ഷീറ്റ് കൊടിയാക്കി പ്രകടനമായാണ് പ്രവർത്തകർ റബ്ബർ ബോർഡ് ഓഫീസിന് മുന്നിലെത്തിയത്. NFRPS തളിപ്പറമ്പ് റീജിയണൽ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മേപ്രക്കാവിൽ അധ്യക്ഷത വഹിച്ചു. മാത്യു ചാണക്കാട്ടിൽ, N സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ദേശീയപാതയിൽ തൃച്ചംബരം പെട്രോൾ പമ്പിന് സമീപം നിർമ്മിച്ച ബസ് ബേ ഉപയോഗശൂന്യം. സമീപത്തെ അപകടാവസ്ഥയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചുമാറ്റി ബസ് ബേയിൽ ബസ്സുകൾ നിർത്തിയിടാനുള്ള സൌകര്യം ഒരുക്കുമെന്ന അധികൃതരുടെ വാക്ക് പാഴായി. ദേശീയപാതയിൽ തൃച്ചംബരം പെട്രോൾ പമ്പിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. ഏതു നിമിഷവും തകർന്നു വീണേക്കാവുന്ന കെട്ടിടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്.
ബസ്സുകൾ നിർത്തിയിട്ട് ആൾക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഹൈവേയിൽ വച്ച് തന്നെയാണ്. മുയ്യം തൃച്ചംബരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും കൂടി ഇവിടെ എത്തുമ്പോൾ ഗതാഗത കുരുക്കും അനുഭവപ്പെടും. ഇതിനൊക്കെ പരിഹാരമായാണ് ഈ പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചുമാറ്റി കുറച്ചു മുന്നോട്ട് ബസ് ബേ നിർമ്മിച്ച് സൌകര്യമൊരുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ബസ് ബേ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ യാത്രക്കാർക്ക് വേണ്ട സൌകര്യം ഒരുക്കുവാനോ ബസ് സ്റ്റോപ്പ് ബസ് ബേയിലേക്ക് മാറ്റുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതുകൊണ്ടുതന്നെ ബസ് ബേ സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കി. ജനങ്ങളുടെ ദുരിതവും പഴയപടി തന്നെ. ഈ പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണ് വലിയൊരു ദുരന്തം സംഭവിച്ചാൽ മാത്രമാണോ അധികൃതർ ഇനി ഉണരുക? അതിനു മുന്നേ ഇക്കാര്യത്തിൽ ജനരോഷം ഉയരുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയുക. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2015 ജനുവരി 2 മുതൽ 8 വരെ തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന കാർഷിക പുഷ്പഫല പ്രദർശനമേളയുടെ ലോഗോ പ്രകാശനം തളിപ്പറമ്പ് പ്രസ് ഫോറത്തിൽ നടന്നു. ടി വി രാജേഷ് എംഎൽഎ പ്രകാശന കർമ്മം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനു തോമസ് ലോഗോ ഏറ്റുവാങ്ങി. നമ്മുടെ തനതായ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോജിച്ച പരിശ്രമം ഇന്ന് ആവശ്യമായി വന്നിരിക്കുക. നമ്മുടെ കേരളത്തിൽ നമുക്കാവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ ധാന്യങ്ങളായാലും പച്ചക്കറി ആയാലും ആവശ്യമായി വരുന്നതിൻ്റെ ഗണ്യമായ വിഭാഗം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളിൽ മാരകമായ വിഷാംശങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. പച്ചക്കറിയിലെ വിഷാംശം കേരളത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ക്യാൻസർ ഇന്ന് നമുക്ക് കേരളത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക സംസ്കാരം, നമുക്ക് സമ്പന്നമായ ഒരു കാർഷിക സംസ്കൃതി ഉണ്ടായിട്ട് ആ കാർഷിക സംസ്കൃതി നമുക്ക് കൈമോശം വന്നിരിക്കുകയാണ്. അത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായ ഒരു പ്രവർത്തനമായിട്ടാണ് തീർച്ചയായും ഈ കാർഷിക പുഷ്പവല പ്രദർശന മേളയെ കാണുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കർ, എ രാജേഷ്, കെ ജി തങ്കമണി, രാജലക്ഷ്മി, എം ഹുസൈൻ, ഐ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. 7 ദിവസങ്ങളിലായി കാക്കാത്തോട് ബസ് സ്റ്റാൻഡിലാണ് മേള നടക്കുക. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ദേശാടന പക്ഷികൾ കൈയൊഴിയുന്നു. കടവ് മാലിന്യ നിക്ഷേപത്താൽ വീർപ്പുമുട്ടുമ്പോൾ കടവിനെ രക്ഷിക്കാൻ നാട്ടുകാർ പ്രതിരോധ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മുണ്ടേരി പക്ഷിസങ്കേതത്തിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ ഇവിടെ പക്ഷികളുടെ വരവ് കുറഞ്ഞതായി പക്ഷി നിരീക്ഷകർ വിലയിരുത്തുന്നു. സംസ്ഥാന സർക്കാർ പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ച ഭാഗത്താണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. വിശാലമായ ഈ തണ്ണീർത്തടം നിരവധി ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. അപൂർവങ്ങളായ 60 വിദേശയിനം പക്ഷികളും 200-ലേറെ മറ്റിനം പക്ഷികളും ഇവിടെ എത്താറുണ്ട്. ഏപ്രിൽ മെയ് മാസത്തോടെയാണ് ഇവിടെ പക്ഷികൾ എത്താറ്. പഞ്ചായത്ത് നേതൃത്വത്തിൽ പക്ഷിസങ്കേതത്തിന് കമാനവും വിരുന്നെത്തുന്ന പക്ഷികൾക്ക് ചേക്കേറാനുള്ള സൌകര്യവും ഒരുക്കിയെങ്കിലും ഈ കാലയളവിൽ ഇവിടെ എത്തിയ പക്ഷികൾ വളരെ കുറവാണെന്ന് പക്ഷി നിരീക്ഷകർ വിലയിരുത്തുന്നു. പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ച ഈ സംരക്ഷണ മേഖല അനിയന്ത്രിതമായ മാലിന്യ നിക്ഷേപത്താൽ വീർപ്പുമുട്ടുകയാണ്. തണ്ണീർത്തടത്തിന്റെ സ്വാഭാവികത നഷ്ടമായിരിക്കുന്നു. പാടങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളും അറവു മാലിന്യങ്ങളും നിറഞ്ഞ് വികൃതമായിരിക്കുകയാണ് ഇവിടം. മുണ്ടേരിക്കടവിലും ചിറയിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാൻ നാട്ടുകാരുടെയും സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകരുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും നേതൃത്വത്തിൽ പ്രതിരോധ കമ്മിറ്റി രൂപീകരിച്ചു. മുണ്ടേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് C ശ്യാമള ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൊളച്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രോത്ത് മുഹമ്മദ്, K പങ്കജാക്ഷൻ, കട്ടേരി പ്രകാശൻ, PC അഹമ്മദ് കുട്ടി, G രാജേന്ദ്രൻ തുടങ്ങി 5 അംഗ പ്രതിനിധികളെ ഉൾപ്പെടുത്തി 101 അംഗ കർമ്മസമിതിക്ക് രൂപം കൊടുത്തു. ചെയർമാനായി വാർഡംഗം സൽമത്തിനെയും കൺവീനറായി മുണ്ടേരി ഹെൽത്ത് ഇൻസ്പെക്ടർ CH രാജീവിനെയും തിരഞ്ഞെടുത്തു. കടവിന്റെ പരിസരം കാട് വെട്ടിത്തെളിക്കാനും ക്യാമറ സ്ഥാപിക്കാനും കലക്ടറുമായി ബന്ധപ്പെടാൻ യോഗത്തിൽ തീരുമാനമായി. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധയാകർഷിച്ചുവരുന്ന മുണ്ടേരി പക്ഷിസങ്കേതം ഉൾപ്പെടുന്ന കടവ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായതിൽ നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കണ്ണൂർ ഏരിയ സമ്മേളനം കാൾടെക്സ് ഇക്കോസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ഇന്ന് നടമാടുന്ന വലിയ പ്രശ്നങ്ങൾ ഭീതിയോടെ നോക്കിക്കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ തന്നെ കേന്ദ്രത്തിലായാലും ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ആതുര ശുശ്രൂഷ മേഖല
മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സേവന തൽപരരായ ആളുകളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുത്തകകളായ ആളുകൾ കടന്നു വരികയും ഈ മേഖലയിൽ നൂതനമായ പരിഷ്കാരങ്ങൾ എന്ന രൂപത്തിൽ പലതും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. സി കെ സജീവൻ അധ്യക്ഷത വഹിച്ചു. പി സി പത്മനാഭൻ, ഒ സി നവീൻ ചന്ദ്ര, രാജീവൻ ടി പി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് കുറ്റിക്കോൽ പാലത്തിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന മാധവി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും 7-ാം മൈലിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാറുമാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. പോലീസ് എത്തിയാണ് ഗതാഗത സ്തംഭനം ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. ജാതീയ അതിക്രമങ്ങളിലും സാമൂഹിക ബഹിഷ്കരണങ്ങളിലും പ്രതിഷേധിച്ച് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ദലിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ സമരസഹായ സമിതി നേതൃത്വത്തിൽ റിലേ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഫാദർസ് കറിയ കല്ലൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 30 ദിവസമായി കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിൽ അധികൃതർ നിസ്സംഗത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ചിത്രലേഖ ചൊവ്വാഴ്ച രാവിലെ മുതൽ കലക്ട്രേറ്റ് പരിസരത്ത് റിലേ നിരാഹാര സമരം ആരംഭിച്ചത്. തായാട്ട് ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രഭാകരൻ നാറാത്ത്, ടി പി ആർ നാഥ, വിനു മൊട്ടമൽ, സതീഷ് കുമാർ പാമ്പൻ, കെ രതീഷ്, ആർട്ടിസ്റ്റ് ശശികല, കുഞ്ഞമ്പു കല്യാശ്ശേരി തുടങ്ങിയവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോട്ടക്കീൽ കടവ് പട്ടുവം പാലം മെയ് മാസത്തോടെ പൂർത്തിയാകുമെന്ന് ടി വി രാജേഷ് MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ പാലം നിർമ്മാണത്തിന്റെ പ്രവൃത്തി വിലയിരുത്തി. ഏഴോം പട്ടുവം ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 325 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പകുതിയിലേറെ നിർമ്മാണം പൂർത്തിയായി. 33 കോടി രൂപ ചെലവിൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. പാലം നിർമ്മാണത്തോടൊപ്പം അനുബന്ധ റോഡുകളും നവീകരിക്കുന്നുണ്ട്. പാലം പൂർത്തിയാകുന്നതോടെ പഴയങ്ങാടിയിൽ നിന്നും തളിപ്പറമ്പിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പാലത്തിന്റെ നിർമ്മാണം കാലവർഷത്തിന് മുമ്പ് തന്നെ പൂർത്തിയാകുമെന്ന് ടി വി രാജേഷ് MLA പറഞ്ഞു. പട്ടവും കോട്ടക്കീൽ പാലത്തിന്റെ കാലാവധി 2015 ഒക്ടോബറാണ്. ഏതായാലും ഈ കാലാവധിക്ക് ഒരു മാസങ്ങൾക്കും ഏതൊക്കെ ഈ 2015 മെയ്യിൽ ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയണമെന്നാണ് കരുതുന്നത്. അതിനാവശ്യമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിൽ പാലത്തിന്റെ പണി വളരെ വേഗതയിൽ നടക്കുന്നുണ്ട് എന്നാണ് അഭിപ്രായം. ഈ പാലം വരുന്നതോടുകൂടി നമ്മുടെ ഈ മേഖലയിലെ വികസനത്തിന് അതൊരു നാഴികക്കല്ലായിട്ട് മാറും. പാലം നിർമ്മാണം വിലയിരുത്താൻ കോട്ടക്കീലിൽ നടന്ന യോഗത്തിൽ പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ലത, PV ശശീന്ദ്രൻ, M ചന്ദ്രൻ, K മനോഹരൻ, SB അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പുതിയങ്ങാടി ചൂട്ടാട് നാൽക്കാലികളുടെ വിളയാട്ടം. ഹാജി റോഡിൽ പശുവിന്റെ കുത്തേറ്റ് മധ്യവയസ്കന് പരിക്ക്. പരിക്കേറ്റ KT ഹംസ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പുതിയങ്ങാടി ഹാജി റോഡ് മേഖലയിൽ പശുവിനെയും പോത്തിനെയും ഇളക്കിവിടുന്നത് നാട്ടുകാർക്ക് ഏറെ ദുരിതമുണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുമ്പോഴാണ് KT ഹംസ എന്ന മധ്യവയസ്കന് പശുവിന്റെ കുത്തേറ്റത്. കൈക്കും കാലിനും പരിക്കേറ്റ ഹംസ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. രാത്രിയും പകലും ഭേദമില്ലാതെ നാൽക്കാലികളെ അഴിച്ചുവിടുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയുണ്ടാക്കുന്നു. വിദ്യാർത്ഥികളെ ഒറ്റയ്ക്ക് സ്കൂളിൽ അയക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലും പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടും യാതൊരു ഫലവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 5:03 ഇവിടെ പള്ളിയിലേക്ക് പോകാനും വേണ്ടിയിട്ട് ഞാൻ റോഡിന്റെ സെന്ററിൽ തന്നെ നിൽക്കുന്നത്. ഇത് പിന്നെ എന്നെ കുത്തിയിട്ട് അങ്ങ് മറിച്ചിട്ട് എന്തോ ഭാഗ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെയാണ് ഈ 2 കാലിനും മുട്ടും കൈക്കെല്ലാം പറ്റിയത്. ഇതിപ്പോ എനിക്ക് ഇത് എത്രയോ പുള്ളന്മാർക്ക് ഭയങ്കരമായിട്ട് രാത്രിയൊക്കെ വളരെ വിഷമത്തിലേ ഉള്ളു. പുള്ളന്മാരെ കരച്ചിലേക്ക് രാത്രി 8 മണിയാകുമ്പോ ഇവന്മാർ ഇങ്ങനെ തന്നെ ചെയ്യുന്നു. ഈ പശുവിനെ ഈ കാലിനെ കൊണ്ടുപോയിട്ട് അളക്കിയിട്ട് കന്നുകാലികളെ പിടിച്ചുകെട്ടി ഫൈൻ ഈടാക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിമ്പത്ത് നടപ്പിലാക്കുന്ന ആത്മ പ്രാക്ടിക്കൽ ഫീൽഡ് ട്രെയിനിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. കാർഷിക രംഗത്ത് സജീവമായ ഇടപെടലാണ് ഫീൽഡ് ട്രെയിനിംഗിലൂടെ ലക്ഷ്യമാക്കുന്നത്. കണ്ണൂർ പടിഞ്ഞാറേമൊട്ടയിലെ കർഷകൻ KP അബ്ദുൾ റഷീദിന്റെ കൃഷിയിടത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV സതീശൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവിടെ കാർഷിക മേഖലയിൽ എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ അതാണ് നമ്മുടെ അസറ്റ്. അത് നമ്മുടെ മാത്രം സാധനമാണ്. അത് നമ്മുടെ അസറ്റാണ്. അതിൽ നിന്ന് നമ്മൾ ഇപ്പൊ നമ്മളെ ഈ പഞ്ചായത്തിൽ വലിയൊരു കൃഷിയൊക്കെ നടത്തി വലിയ ബിസിനസ് നടത്താനൊന്നും പറ്റൂല. അറ്റ്ലീസ്റ്റ് നമുക്ക്
സ്വന്തം ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി കിട്ടും എന്നുള്ളൊരു സംശയം വേണ്ട. നെല്ലും കിട്ടും. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീവൻ അധ്യക്ഷത വഹിച്ചു. VFPCK കണ്ണൂർ ഡെപ്യൂട്ടി മാനേജർ AC മല്ലിക ക്ലാസ് എടുത്തു. കൃഷി ഓഫീസർ PV പ്രദീപ്, KP അബ്ദുൾ റഷീദ്, PP പ്രസന്ന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന മാങ്ങാട്ടുപറമ്പ് ടെലിഫോൺ എക്സ്ചേഞ്ചിലെ ടെലികോം മെക്കാനിക്കും BSNL എംപ്ലോയീസ് യൂണിയൻ നേതാവുമായ P ഗോവിന്ദന് യാത്രയപ്പ് നൽകി. മാങ്ങാട്ടുപറമ്പ് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് A സുരേശൻ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K മോഹനൻ, P മനോഹരൻ, PV രാജൻ, MV ജനാർദ്ദനൻ, KRR വർമ്മ, രാധാകൃഷ്ണൻ പയ്യരട്ട, T മോഹനൻ, BC രമേഷ് കുമാർ, PV രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. മാടായി ഉപജില്ലാ കലോത്സവത്തിന് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. 9ഓളം വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. മാടായി സബ് ജില്ലയിലെ 100ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 5000ഓളം കലാപ്രതിഭകളാണ് മത്സരിക്കുന്നത്. വേദി 1-ൽ ഭരതനാട്യവും, 2-ൽ മോണോ ആക്ടും, 3-ൽ സംഘഗാനത്തോടുകൂടിയുമാണ് ഉപജില്ലാ കലോത്സവത്തിലെ കലാപരിപാടികൾക്ക് തുടക്കമായത്. മിക്ക വേദികളിലും ആസ്വാദകരുടെ നിറഞ്ഞ സദസ്സാണ് കാണാൻ സാധിച്ചത്. കലോത്സവം LP വിഭാഗത്തിൽ 6 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 20 പോയിന്റുമായി സെന്റ് മേരീസ് വിളയാങ്കോട് മുന്നിട്ട് നിൽക്കുന്നു. 14 പോയിന്റുമായി ഗവൺമെന്റ് UP സ്കൂൾ പുറച്ചേരി തൊട്ടുപുറകെ നിൽക്കുന്നു. UP വിഭാഗത്തിൽ 7 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 26 പോയിന്റുമായി ഗോപാൽ UP സ്കൂൾ മുന്നിലാണ്. പിലാത്ര UP സ്കൂൾ 21 പോയിന്റുമായി തൊട്ടുപിറകെയുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 11 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 31 പോയിന്റുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ഞിമംഗലം മുന്നിട്ട് നിൽക്കുന്നു. 21 പോയിന്റുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് 2ാം സ്ഥാനത്താണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 20 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് 50 പോയിന്റുമായി 1ാം സ്ഥാനത്തും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ഞിമംഗലം 41 പോയിന്റുമായി 2ാം സ്ഥാനത്തുമാണ്. അറബി കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ മാടായിയും MECA മാടായിയും 15 പോയിന്റുമായി ഒപ്പത്തിനൊപ്പം മുന്നേറുന്നു. UP വിഭാഗത്തിൽ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാട്ടൂലും ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ മാടായിയും 33 പോയിന്റുമായി ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ 40 പോയിന്റുമായി 1ാം സ്ഥാനത്തും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ചെറുകുന്ന് 36 പോയിന്റുമായി 2ാം സ്ഥാനത്തും തുടരുന്നു. സംസ്കൃതോത്സവത്തിൽ UP വിഭാഗത്തിൽ ഗവൺമെന്റ് UP സ്കൂൾ പുറച്ചേരി 20 പോയിന്റുമായി മുന്നിൽ നിൽക്കുന്നു. 16 പോയിന്റുമായി ഇടക്കേപ്പുറം UP സ്കൂൾ 2ാം സ്ഥാനത്താണ്. മാടായി സബ് ജില്ലാ കലോത്സവത്തിന് നവംബർ 28-ന് തിരശ്ശീല വീഴും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തളിപ്പറമ്പ് കീഴാറ്റൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് മുച്ചിലോട്ട് ഭഗവതിയുടെ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. ചടങ്ങിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലാധാരിയായി കടന്നപ്പള്ളിയിലെ K സന്തോഷിനെ നിശ്ചയിച്ചു. കീഴാറ്റൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഡിസംബർ 2 മുതൽ 5 വരെയാണ് നടക്കുക. 5-ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരുക. മുച്ചിലോട്ടമ്മയുടെ കോലാധാരിയെ നിശ്ചയിക്കുന്നതിനുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ക്ഷേത്രമുറ്റത്ത് നടന്നു. സുഭാഷ് ജോത്സരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കടന്നപ്പള്ളി സ്വദേശി K സന്തോഷ് പെരുവണ്ണാനെ കോലാധാരിയായി തെളിഞ്ഞു. കടന്നപ്പള്ളി മുച്ചിലോട്ട് കാവിൽ 6 തവണ മുച്ചിലോട്ട് ഭഗവതി കെട്ടിയാടിയിട്ടുണ്ട്. നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശുചിത്വ കേരളം പരിപാടി CPM ഒറ്റയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചാൽ കേരളത്തെ മാലിന്യമുക്തമാക്കി മാറ്റാൻ കഴിയുമെന്നും പിണറായി വിജയൻ. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ DYFI നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും അനുസ്മരണ പൊതുയോഗവും. കൂത്തുപറമ്പ് സംഭവത്തിൽ MP രാഘവന്റെ പങ്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ലെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA. ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി CPM സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അക്രമം അഴിച്ചുവിടുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്. CPM പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് തടയുന്നതിനാണ് CPM ആസൂത്രിത ശ്രമം നടത്തുന്നത് എന്നും K രഞ്ജിത്ത്. ദേശാടന പക്ഷികൾ മുണ്ടേരിക്കടവിനെ കൈയൊഴിയുന്നു. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേത കേന്ദ്രം മാലിന്യ നിക്ഷേപത്താൽ നിറയുന്നു. മുണ്ടേരിക്കടവിനെ രക്ഷിക്കാൻ നാട്ടുകാർ കൈകോർക്കുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.